അപ്പോൾ ഗൈസ് നമ്മളെവിടേക്കാണ് പോകുന്നത്? എയർപോർട്ടിൽ പോകുന്നത്. എയർപോർട്ടിലേക്ക് എന്തിനാണ് പോകുന്നത്? പച്ചിനെ കൂട്ടാൻ. അങ്ങനെ പറയല്ലേ, നമ്മൾ വീഡിയോ ഫുള്ള് കാണണം എന്ന് പറയണം. അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ ഫുള്ള് കാണണേ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് പോകാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനല്ല വാങ്ങിച്ചു തീർക്കാനുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ബൊക്ക വേണമെന്ന്. അതായത് ചെറിയ കുഞ്ഞു ബൊക്ക അവൾ ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊക്കെ കണ്ടിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഷോപ്പിൽ കയറി. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഏതൊക്കെ ഫ്ലവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് പറഞ്ഞു തന്നാൽ മതി, നമ്മൾ സെറ്റാക്കി തരാം. അതേപോലെ എത്ര ദിറംസിൻ്റെ ഉള്ളിലാണ് വേണ്ടതെന്നൊക്കെ ആളോട് പറയാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പറ്റിയൊരു ഒരു നേരത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ബൊക്ക ആളോട് പറഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സാധനം എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആളത് സെറ്റാക്കി കാണാൻ തന്നെ വളരെ രസമായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ മെയിനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ അതിനെയും തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയിട്ടാണ് വിളിക്കാൻ പോകുന്നുണ്ടായിരുന്നത്. ആളിന്ന് ലീവായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആളുടെ അടുത്ത് ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുടെ എന്തോ ഹോസ്റ്റൽ കാര്യത്തിനും കൂടെ ആൾ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഇറങ്ങി. എനിക്കെന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓഫീസിൽ. എയർപോർട്ട് കണ്ടതോടുകൂടെ മറ്റാൾ പിന്നെ ഒരുങ്ങാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അവളെ വീഡിയോ എടുക്കണ്ട, അവൾക്ക് ഇഷ്ടമല്ല, അവളെ ഫാൻസ് കാണും, ഇനി എങ്ങനെ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിൽ ഇട്ടാൽ അതെങ്ങനെ യൂട്യൂബിൽ ഇട്ടാലെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായി. ഇങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കാണട ശ്രീകുട്ടി, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ശ്രീകുട്ടി. അവൾ ക്യാമറയിലൊന്നും അങ്ങനെ വരില്ല, ബിക്കോസ് അവൾക്ക് ഭയങ്കര ഫാൻസ് ഉള്ള കാരണം. പോരാത്തതിന് ഇൻട്രോവേർട്ടും കൂടെയാണ്, അതുകൊണ്ട് അവൾ ക്യാമറയിൽ അതെ അവളങ്ങനെ ഫോണിലൊന്നും കാണുന്നില്ല. നല്ല വെയിലിട്ട് നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അവളെ തിരിച്ചറിയാനുള്ള പ്ലക്കാർഡൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത്. എനിക്ക് സത്യം പറയാലോ ഞാനൊരു സ്വപ്നം പോലെ എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടായിരുന്ന. കാരണം എനിക്കായിട്ട് അവളെ കൊണ്ടുവരാൻ പറ്റുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഓൾറെഡി എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് അത് തന്നെ നമ്മുടെ സ്വയം പ്രഖ്യാപിത ഇൻട്രോവേർട്ട് ക്യാമറ ഇട്ടാൻ പൊളിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അവളെന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചേക്കാണ്. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ വരും തോന്നുന്നു നമുക്ക്. നമ്മളിവിടെ പ്ലക്കാർഡും പൊക്കയും പിടിച്ച് നിൽക്കുക എന്നല്ലാതെ ആളെ വരവ് കാണുന്നില്ല. നോക്കുമ്പോൾ എന്തായിരുന്നു അവിടെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊരു സീനുണ്ടല്ലോ. ഇപ്പം ഭയങ്കര എമിഗ്രേഷനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയേക്കാണ്. നമുക്കിവിടെ റിലേറ്റീവ്സ് വേണം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇത്ര ദിറംസ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സീനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലാഗ് ആവണേന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വരണമായിട്ടാവുമ്പോഴല്ലോ എനിക്ക് എന്താണ് അൽഹംദുലില്ലാ കണ്ടിട്ടാവുമ്പോൾ എനിക്ക് സന്തോഷം സങ്കടം ഒക്കെ കൂടെ ആയി. എനിക്കറിയില്ല എങ്ങനെ ആ സന്തോഷം പറഞ്ഞറിയിക്കണ്ടേന്ന്. എൻ്റെ സന്തോഷം നിങ്ങൾക്ക് മുഖത്ത് കാണുന്നുണ്ട്, എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയാം. അങ്ങനെ നമ്മളവളെ പിക്ക് ചെയ്ത് ഒരുമാതിരി ചുമല ചുരിദാറിട്ട വന്നേക്കണം, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പം പറ്റി. നമ്മളവിടെ നേരെ പോയത് ഹോട്ടലിലോട്ടായിരുന്നു. നമ്മുടെ റൂം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഹോട്ടലിൽ നിൽക്കാൻ തീരുമാനിച്ചു. ഞാനും ഉണ്ണിയും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ പോയി. എനിക്ക് പിന്നെ ലീവായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും റൂം ക്ലീൻ ചെയ്യേണ്ട താമസമുണ്ട്, അതുകൊണ്ട് ഒരു ദിവസം ഹോട്ടൽ സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ പെട്ടിയും കാര്യങ്ങളെല്ലാം ലഗേജൊക്കെ അവിടെ റൂമിൽ വെച്ചിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് നേരെ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.